ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഓസ്കിയുടെ 10 സ്റ്റേഷൻ, അതിനെക്കുറിച്ച് ഡിസ്കഷനാണ്. എന്തൊക്കെയാണ് അസസ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഓസ്കിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും അതിനുവേണ്ടി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഓസ്കി, അതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിവതും ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതല്ലാതെ നമുക്ക് വേറൊരു ട്രെയിനിങ്ങും ഇല്ല, വേറൊരു ഓപ്ഷനും ഇല്ല, വേറൊരു പ്രിപ്പറേഷനും ഇല്ല. സോ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ക്ലാസ്സിൽ കുറച്ച് ദിവസങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ ഇതുപോലെ വീഡിയോ പലരും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതെല്ലാം കാണുക യൂട്യൂബിൽ, അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ 10 സ്റ്റേഷൻ, അതുകൊണ്ട് അവർ എന്തൊക്കെയാണ് അസസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളാണ്. 10 സ്റ്റേഷനിൽ ഏകദേശം 6 to 7 പോയിന്റ്സുകളാണ് അവർ അസസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് അസസ്മെൻ്റ് ആണ്. അതിനകത്ത് ഫിസിയോളജിക്കൽ അസസ്മെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് ഒരു പേഷ്യൻറ്റിനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ അസസ്മെൻ്റ് ആണ്, അല്ലേ? അപ്പോൾ അതിനകത്ത് ഹെഡ് ടു ടോ അസസ്മെൻ്റ് ഉണ്ട്. ഈ അസസ്മെൻറ്റ് തന്നെ വരുന്നതാണ് നമ്മൾ പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ അല്ല. നമ്മൾക്ക് ഓരോ സ്റ്റേഷനും ഓരോ പേഷ്യൻ്റാണ്. സത്യത്തിൽ ഓരോ സ്റ്റേഷനും വ്യത്യസ്തമായ പേഷ്യൻ്റ് ആയിരിക്കും നമ്മൾ അസസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ പേഷ്യൻ്റ് ഐഡന്റിഫിക്കേഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് ഫുൾ നെയിം വെച്ചുകൊണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതോടൊപ്പം തന്നെ NHI, ഇവിടെ നാഷണൽ ഹെൽത്ത് ഇൻഡെക്സ് നമ്പറാണ് വരുന്നത്, NHI എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലെ ID നമ്പറിന് പകരമായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് NHI നമ്പറാണ്. അപ്പോൾ അതും കൺഫേം ചെയ്യണം. നമ്മൾ പേഷ്യൻ്റ് ID ബാൻഡ് വെച്ചുകൊണ്ട് ID നമ്പർ ചെക്ക് ചെയ്ത്, അതുപോലെ തന്നെ പേഷ്യന്റിനോട് പേഷ്യന്റെ പേര് സ്റ്റേറ്റ് ചെയ്യാൻ പറയുകയും വേണം. അതാണ് ഇവിടെ വരുന്നത്. ഒരിക്കലും പേഷ്യന്റെ പേര് വിളിച്ചുകൊണ്ട് നമ്മൾ കൺഫേം ചെയ്യരുത്. പേഷ്യന്റിനോട് തന്നെ പേഷ്യന്റെ പേര് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടണം. അതാണ് 2 വെരിഫിക്കേഷൻ നമ്മളിവിടെ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ അസസ്മെന്റ് നമ്മൾ എത്രമാത്രം കോമ്പിറ്റന്റ് ആണ്, അല്ലെങ്കിൽ എത്രമാത്രം നന്നായിട്ട് നമ്മൾ ഈ സൈക്കോളജിക്കൽ അസസ്മെന്റും അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ഹെഡ് ടു അസസ്മെന്റും ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അസസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ അസസ്മെന്റ് ആണ്. അതിനകത്താണ് നമ്മൾ പ്രൊസീജിയർ സ്കിൽസ് അസസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ സ്കില്ലാണ്. ഇവിടെയാണ് നമ്മുടെ ക്ലിനിക്കൽ സ്കിൽ അസസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്ത സമയത്ത് ആ പ്രൊസീജിയർ നമ്മൾ എത്ര നന്നായിട്ട് ചെയ്തു, എത്ര നല്ല രീതിയിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു എന്നുള്ള അസസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ക്ലിനിക്കൽ സ്കിൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരാം, പേഷ്യന്റിന്റെ ഫാമിലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരാം, അതുകൂടാതെ അതർ ഹെൽത്ത് കെയർ വർക്കേഴ്സോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് പോലുള്ള ആളുകളോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. ഇതാണ് കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത്. ഈ ഫാമിലിക്ക് ഇവിടെ നമ്മൾ ഫാനോ എന്നാണ് പറയുന്നത് കേട്ടോ, ഫാനോ. കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫാനോ എന്ന് പറയുമ്പോഴത്തേനും അത് ഫാമിലി കമ്മ്യൂണിക്കേഷൻ, ഫാമിലി ഒരു മെമ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടായിരിക്കും. എങ്ങനെയായിരിക്കും നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നത്? ഏതൊരു ചിലപ്പോൾ ഒരു കാർഡിയാക് അറസ്റ്റ് സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഒരു അനാഫ്ലാറ്റിക് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ഡിറ്റോറേറ്റ് ആവുന്നു, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മാനേജ് ചെയ്യുന്നു. അതായിരിക്കാം ഈ എമർജൻസി മാനേജ്മെന്റ് അസസ്മെന്റ് സ്കിൽസിനകത്ത് വരാൻ പോകുന്നത്. ഓക്കെ, അതാണ് നാലാമത്തെ അസസ്മെന്റ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ആണ്. അതിനകത്ത് നമ്മുടെ ലീഗൽ അതുപോലെ തന്നെ എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് അതിനെക്കുറിച്ച് എത്രമാത്രം അവയർനെസ്, അതിനെക്കുറിച്ച് നമ്മൾ എത്രമാത്രം കോൺഫിഡൻസ് ആണ്, അത് അസസ് ചെയ്യുന്നതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അവർ ഓൾറെഡി നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ആക്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ എല്ലാം നിങ്ങൾ കടന്നു പോകണം. അതായത് ഇപ്പോൾ ഒരു ഡ്രഗ്സ് ഇറർ പോലുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും മാനേജ് ചെയ്യപ്പെടുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് നല്ലപോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയാലോ? അപ്പോൾ അതിന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽസ് ക്ലിയർ ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കണം. അതിനകത്ത് പറയുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസും. അടുത്ത പോയിന്റ് വരുന്നതാണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, ഡിഫറെന്റ് റൂട്ട് ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ അതിനകത്ത് അസസ് ചെയ്യപ്പെടും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ 10 സ്റ്റേഷനുകളിൽ നമ്മൾ അസസ് ചെയ്യപ്പെടാൻ പോകുന്ന സ്കിൽസ് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ അസസ്മെന്റ് കൂടെ തന്നെ വരുന്നതാണ് ഈ ഡോക്യുമെന്റേഷൻ. അതായത് നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് ഓരോന്നും ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ചാർട്ടുകളുണ്ട്. ഇപ്പോൾ OPS ആണെങ്കിൽ അതിന് പ്രത്യേകം ചാർട്ട് ഉണ്ടായിരിക്കും. ഓൾറെഡി OSCI മെറ്റീരിയൽസിനകത്തുള്ള ഡോക്യുമെന്റേഷൻ റെക്കോർഡിംഗ് പേപ്പേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് വളരെയധികം ഫെമിലിയർ ആയിരിക്കണം. നമ്മൾ അതിലൂടെ ഒത്തിരി തവണ പോവുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഡോക്യുമെന്റേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അവിടെ നമുക്ക് 10 മിനിറ്റ്സ് തരുന്നു. അപ്പോൾ നമ്മൾ 2 മിനിറ്റ്സ് കൊണ്ട് നമ്മളത് ആ ഒരു കണ്ടന്റ് വായിച്ച് മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രൊസീജിയറും എല്ലാം ക്യാരി ഔട്ട് ചെയ്തു. ഇൻ കേസ് നമുക്ക് ഡോക്യുമെന്റേഷൻ ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കരുത്. കാരണം അതൊരു ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഡോക്യുമെന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ടൈം മാനേജ്മെന്റ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ഡോക്യുമെന്റേഷൻ മസ്റ്റ് ആയിട്ട് ചെയ്യുകയും വേണം. ഓക്കെ,
ഇതിനെല്ലാം ഉള്ള ഫോംസ്, അസസ്മെന്റ് ഫോംസ് എല്ലാം തന്നെ നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിലേക്ക് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയങ്ങളിൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എങ്ങനെയാണ് ഓരോന്നും ഡോക്യുമെന്റ് ചെയ്യുന്നത്, നമുക്ക് അവിടെ ടൈം വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റണം. അതിന് പ്രാക്ടീസ് അത്യാവശ്യമാണ്. ക്ലിയർ ആയല്ലോ? നമുക്കിവിടെ ഒരു ഏർലി വാർണിംഗ് സൈൻ ഉണ്ട്, EWS എന്ന് പറയും. അതായത് നമ്മുടെ സ്കോർ അനുസരിച്ച്, അപ്പോൾ നമ്മൾ ഓപ്സ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനൊരു സ്കോർ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു EWSനെ കുറിച്ച് ഞാനൊരു ക്ലാസ്സും അതിൻ്റെ ഒരു ചാർട്ടും നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. കാരണം നമ്മളത് ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷനും ആ ഫോമും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇൻട്രോഡക്ഷൻ ചെയ്യുക. അതിനകത്ത് വരുന്നതാണ് ഈ ഐഡന്റിഫിക്കേഷൻ. നമ്മുടെ ഇൻട്രോഡക്ഷനും പേഷ്യൻ്റ് ഐഡന്റിഫിക്കേഷനും നമ്മൾ ആദ്യം ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊസീജിയർ, എക്സ്പ്ലനേഷൻ. നമ്മൾ പ്രൊസീജിയർ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം, വളരെ ക്ലിയർ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്, എക്സ്പ്ലെയിൻ പ്രൊസീജിയർ ആൻഡ് അസസ്മെന്റ്. നമ്മൾ ആ അസസ്മെന്റ് അല്ലെങ്കിൽ ആ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് വരുന്നത് ഡോക്യുമെന്റേഷൻ. ഈ കാര്യങ്ങൾ ഓരോ സ്റ്റേഷനും നമ്മൾ ചെയ്തിരിക്കണം. ഡോക്യുമെന്റേഷൻ ഉൾപ്പെടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ആ സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ, നമുക്ക് ഫുൾ സ്കോർ ലഭിക്കുന്നുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ 10 സ്റ്റേഷനുകളും നമ്മൾ അസസ് ചെയ്യപ്പെടാൻ പോകുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ ഇത്ര പോയിന്റ്സുകളായിരിക്കും. ഇത് എല്ലാം ഇപ്പം കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അത് എല്ലാ സ്റ്റേഷനിലും അസസ് ചെയ്യപ്പെടും, അല്ലെ? നമ്മുടെ സ്കിൽസ് ആണെങ്കിലും എല്ലാ സ്റ്റേഷനിലും അസസ് ചെയ്യപ്പെടും. അപ്പോൾ ഡിഫറെൻറ്റ് സ്കിൽസ് ആയിരിക്കും ഓരോന്നും നമ്മൾ ഓരോ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരിക. അപ്പോൾ അത് ഏത് സ്കില്ലാണ് നമുക്ക് അവിടെ വേണ്ടത്, അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും നേഴ്സസ് ആണ്, നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 2 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെയായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ അറിയാം, അല്ലെ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചോദിക്കാൻ പോകുന്നത്. പക്ഷേ ഓൺലി തിങ് നമ്മളത് സ്റ്റെപ്പ് വൈസ് ചെയ്യണം എന്നുള്ളതും ആ ക്രൈറ്റീരിയസ് എല്ലാം മീറ്റ് ചെയ്യണം. അതിന് നീറ്റ്നെസ് നമ്മൾ ഫോളോ ചെയ്യണം. അവർ തരുന്ന ആ ടൈം 10 മിനിറ്റ്സ് എന്ന് പറയുന്ന ടൈമിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കണം. ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന കാര്യമായിരുന്നു, നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഡിവൈസസിനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു ഡിവൈസിനെ കുറിച്ച് അത്ര ഫെമിലിയർ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പേഷ്യൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓറിയന്റേഷൻ ക്ലാസ്സിൻ്റെ സമയത്ത് നിങ്ങൾക്ക് തരുന്ന ആ ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടും അവിടെ ആ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് പല ഇൻസ്ട്രുമെന്റ്സുകളും കൗതുകമായിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടിംപാനിക് തെർമോമീറ്റർ നമുക്കിവിടെ യൂസ് ചെയ്യുന്നത്. പലർക്കും അത് അത്ര ഫെമിലിയർ ആയിരിക്കണമെന്നില്ല, പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്നവർക്കൊന്നും. അപ്പോൾ അതിന് യൂസ് എന്ന് പറയുന്നത്, അപ്പോൾ അതിന് 2 ബട്ടൺസ് ഉണ്ട്. അപ്പോൾ 2 ബട്ടൺസിൻ്റെ യൂസ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും നമ്മൾ ആ സ്റ്റേഷനിൽ ചെന്നുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മെഷീനാണ് സാധാരണ, അത് ഇതുപോലൊരു മെഷീനായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇതെങ്ങനെയാണത് ഫംഗ്ഷൻ ചെയ്യുന്നുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ബട്ടൺ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഇയർ പീസിനൊരു കവറുണ്ട്. അപ്പോൾ നമ്മളത് അതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടി പ്രോബ്ലി നമ്മൾ ആ പ്രോബ് എന്നാണ് പറയുന്നത്, ആ പ്രോബിനകത്തോട്ട് നമ്മൾ ഇയർ നോസിൽ നമ്മൾ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേനും, നോർമലി അങ്ങനെ തന്നെയാണ്, ഇപ്പോൾ വേറെ ടൈപ്സ് ഉണ്ട് ഇതിൻ്റെ എങ്കിൽ പോലും നോർമലി അത് ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേനും കവർ അവിടുന്ന് ഡിസ്കണക്ട് ചെയ്ത് നമ്മുടെ ഈ നോബുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു. ഓക്കെ, സോ അതിനുശേഷം അപ്പോൾ ആ സെയിം ടൈമിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിനകത്ത് കാണാനായിട്ട് പറ്റും, അതായത് നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യാൻ റെഡി ആണ് എന്നുള്ളത്. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മുടെ ആ പ്ലാസ്റ്റിക് നമ്മുടെ നോബുമായിട്ട് അറ്റാച്ച്ഡ് ആയില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സ്ക്രീനിനകത്ത് നമുക്ക് റിസൾട്ട് കിട്ടില്ല. അത് മേക്ക് ഷുവർ ചെയ്യണം തീർച്ചയായിട്ടും ആ പ്രോബുമായിട്ട് അത് അറ്റാച്ച്ഡ് ആയി എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. സോ അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിനകത്ത് കാണിക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇയറിൻ്റെ ഒരു സിമ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായിട്ടൊരു സിമ്പിൾ അവിടെ കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം അത് നമ്മൾ പ്ലേസ് ചെയ്യുക ഇയറിൽ. അതിനുശേഷം ഒരു ബീപ്പ് സൗണ്ട് വരുന്നത് വരെ അവിടെ തന്നെ കീപ്പ് ചെയ്യുക. ദെൻ നമ്മളത് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം വേറൊരു ബട്ടണുണ്ട്. നമ്മളത് വേസ്റ്റ് ബിന്നിലോട്ട്, തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്റ്റേഷനിൽ നമുക്ക് യെല്ലോ ബിന്നും അതുപോലെ തന്നെ ബിന്നുകളെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാത് ബിന്നിനകത്തോട്ട് അത് നമ്മൾ ജസ്റ്റ് കീപ്പ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ അതിന് പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ അതിനകത്തോട്ട് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് അത് മറ്റൊരു കയ്യിലോട്ട് എടുക്കേണ്ട കാര്യമില്ല. ഒരിക്കലും ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് പിടിച്ചെടുക്കുകയൊന്നും ചെയ്യരുത്, അത് തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് അവർ പ്രത്യേകം ഈ ഡിവൈസ് വെച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേസ്റ്റ് ബിന്നിലോട്ട് കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റ്ലി അത് ഡിസ്കണക്ട് ആയി അതിനകത്തോട്ട് വീണോളും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് പറ്റാൻ പോകുന്ന മിസ്റ്റേക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഈ കവർ അതിനകത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കംപ്ലീറ്റ്ലി ഈ നോബുമായിട്ട് കണക്ട് ആവില്ല, അത് ചാടിപ്പോയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മേക്ക് ഷുവർ ചെയ്യുക അത് കണക്ട് ആയി. ഇൻ കേസ് ഒരു തവണ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഡിസ്കണക്ട് ആയില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ട്വിസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും കൈ കൊണ്ട് ഊരിയെടുക്കുകയോ അല്ലെങ്കിൽ കയ്യിലകത്തോട്ട് പ്രസ് ചെയ്തെടുക്കുകയോ ചെയ്യരുത്. അത് വേസ്റ്റ് ബിന്നിലോട്ട് ഡയറക്റ്റ് കളയാനായിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹാൻഡ് ഹൈജീൻ ഒരിക്കലും മറക്കരുത്. എന്ത് പ്രൊസീജിയർ ആണെങ്കിലും ഹാൻഡ് ഹൈജീൻ മറക്കാതെ ചെയ്യുക. ഓക്കെ.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.